നമ്മുടെ ടോപ്പിക്കാണ് ഡേറ്റാ സയൻസ്. ഡേറ്റാ സയൻസിന്റെ വിഷ്വലൈസേഷൻ ആണ്. അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം ഡേറ്റാ സയൻസിന്റെ വിഷ്വലൈസേഷൻ. ഡേറ്റാ സയൻസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ രണ്ടും ഒരേപോലെ ഇങ്ങനെ ഗ്രോത്ത് വന്നുകൊണ്ടിരിക്കുന്ന രണ്ട് സംഭവങ്ങളാണ്. ഡേറ്റാ സയൻസ് എന്ന് പറഞ്ഞാൽ എ ആണെന്ന് ചോദിച്ചാൽ അല്ല. ഡേറ്റാ സയൻസിൽ കൺസെപ്റ്റുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, അത്രയേ ഉള്ളൂ. ഡേറ്റാ സയൻസ് എന്ന് പറഞ്ഞാൽ വേറൊരു പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ ഡേറ്റാ സയൻസിനെ പറ്റി പറയുമ്പോൾ ആദ്യം അറിയുന്നത് എന്താണ് ഡേറ്റ. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഡേറ്റ എന്ന് പറഞ്ഞാൽ റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സിനെയൊക്കെ നമുക്ക് എന്ത് വിളിക്കാം, ഡേറ്റാസ് എന്ന് വിളിക്കാം. അപ്പോൾ ഡേറ്റയുടെ വിഷ്വലൈസേഷൻ, ഡേറ്റയ്ക്കകത്ത് കുറച്ച് അൽഗോരിതങ്ങളും കാര്യങ്ങളും ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് ഡേറ്റയെ എത്രത്തോളം ബെറ്റർ ആക്കാവോ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡേറ്റ വിഷ്വലൈസേഷൻ എന്ന് വിളിക്കാം. അപ്പോൾ ഡേറ്റാ സയൻസ് എന്ന് പറഞ്ഞാൽ മാസമായിട്ടുള്ള ഡേറ്റകളെ മാനേജ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നൊരു സയൻസ് ആണ്. മാസമായിട്ട് ഡേറ്റ എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ എമൗണ്ട് അല്ല, ഒരുപാട് വലിയ ഡേറ്റാസിനെ മാനേജ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നൊരു കൺസെപ്റ്റ് എന്ന് വെച്ചാൽ അതിന് കൃത്യ എമൗണ്ട് നമുക്ക് പറയാനൊക്കത്തില്ല. ഓക്കെ, അതിനൊരു അൺസർട്ടൈനിറ്റി ഉണ്ട്, എത്ര എമൗണ്ട് ഡേറ്റ ഉണ്ടെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. അത്രയും ഡേറ്റാസിനെ മാനേജ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നൊരു കൺസെപ്റ്റ് ആണ് എന്ത്, ഡേറ്റാ സയൻസ്. ഓക്കെ, അപ്പോൾ ഡേറ്റാ സയൻസ് ആൻഡ് വിഷ്വലൈസേഷൻ, ഡേറ്റാ സയൻസ് വിഷ്വലൈസേഷൻ ആണ് ഇവിടെ അതിൻ്റെ ഒരു ഫിഗറാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള ഡേറ്റാസിനെ എന്ത് ചെയ്യും, പലതരം പ്രോസസ്സ്, മെഷീൻ ലേണിംഗ് പ്രോസസ്സൊക്കെ ഉപയോഗിച്ച് അതിൽ നിന്ന് ഗ്രാഫുകൾ, അതായത് ഗ്രാഫുകളാണ് കാണാമെന്ന് മനസ്സിലാവും, ഗ്രാഫുകളൊക്കെ ആക്കി മാറ്റും. എന്ന് വെച്ചാൽ ഒരു വിഷ്വലൈസേഷൻ. നമുക്ക് ആ ഡേറ്റാസ് ഉപയോഗിച്ച് നമ്മുടേതായ രീതിയിൽ ഒരു അനാലിസിസ് ഒക്കെ നടത്തി ഡിസ്പ്ലേ ചെയ്യുന്നൊരു പരിപാടിയാണ് ഡേറ്റാ സയൻസ്. ഡേറ്റ അനാലിസിസിന്റെ ഒരു ഹയർ വെർഷൻ എന്ന് നമുക്ക് വേണമെങ്കിൽ എന്ത് വിളിക്കാം, ഡേറ്റാ സയൻസിനെ വിളിക്കാം. അപ്പോൾ ഒരു ഡേറ്റ അനാലിസിസ് ഏറ്റവും ബെറ്റർ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്ടിവിറ്റി അത്രയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെയാണ് ഡേറ്റാ സയൻസ് ആൻഡ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡെഫിനിഷനാണ് കൊടുത്തേക്കുന്നത്. ഡേറ്റാ സയൻസ് ഈസ് ആൻ ഇന്റർഡിസിപ്ലിനറി ഫീൽഡ് ദാറ്റ് യൂസസ് സയന്റിഫിക് മെത്തേഡ്സ്, അൽഗോരിതംസ് ആൻഡ് സിസ്റ്റം ടു എക്സ്ട്രാക്ട് നോളജ് ആൻഡ് ഇൻസൈറ്റ് സ്ട്രക്ചേഴ്സ് ആൻഡ് അൺസ്ട്രക്ചേർഡ് ഡേറ്റ. അൺസ്ട്രക്ചേർഡ് ആയി കിടക്കുന്ന ഡേറ്റയിൽ നിന്നും സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡേറ്റാസ് കളക്ട് ചെയ്യുന്നു. ഓക്കെ, അതാണ് ഡേറ്റ മൈനിങ് എന്നൊക്കെ പറഞ്ഞാൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്. അപ്പം ചില ഡേറ്റാസ് അൺസ്ട്രക്ചേർഡ് ആയിരിക്കും, കൃത്യമായിട്ട് ഓർഡർ കാണത്തില്ല, ഫോമാറ്റ് കാണത്തില്ല. അതിൽ നിന്ന് നമുക്ക് വേണ്ട രീതിയിൽ ഡേറ്റാസിനെ റീട്രൈവ് ചെയ്തെടുക്കുകയാണെങ്കിൽ അത് ഡേറ്റാ സയൻസിൻ്റെ റോളാണ്. ഓക്കെ, അത് എങ്ങനെ ചെയ്യും അതാ പറഞ്ഞേക്കുന്നത്. അതിന് കുറച്ച് അൽഗോരിതംസ്, അതുപോലെ തന്നെ പിന്നെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സയന്റിഫിക് മെത്തേഡ്സുകൾ, പല പല മാത്തമാറ്റിക്കൽ മെത്തേഡ്സും സയന്റിഫിക്കൽ മെത്തേഡ്സും ഒക്കെ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഇൻസൈറ്റ്സ് ഉണ്ടാക്കിയത്. ഇൻസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ വാല്യുബിൾ ആയിട്ടുള്ള ഡേറ്റാസ് ഉണ്ടാക്കുന്നത്. എവിടുന്ന്, സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ് ഡേറ്റ ചെയ്യുന്നു. ഓക്കെ, സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡേറ്റാസ് ചെയ്യുന്നു, അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡേറ്റാസ് ചെയ്യുന്നു. അവർക്ക് വേണ്ട വാല്യുബിൾ ഇൻസൈറ്റ് എടുക്കുകയാണെങ്കിൽ, അത് എനിക്ക് ക്യാപ്ചർ ചെയ്ത് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ റീട്രൈവ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം, ഡേറ്റാ സയൻസ് എന്ന് വിളിക്കാം. അപ്പോൾ ഡേറ്റാ സയൻസ് ഇസ് ആൻ ഇന്റർഡിസിപ്ലിനറി ഫീൽഡ് ദാറ്റ് യൂസ് സയന്റിഫിക് മെത്തേഡ്സ്, അൽഗോരിതംസ് ആൻഡ് സിസ്റ്റംസ് ടു എക്സ്ട്രാക്ട് നോളജ് ആൻഡ് ഇൻസൈറ്റ് ഫ്രം സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ് ഡേറ്റ. അതാണ് എന്ത്, ഡേറ്റാ സയൻസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കീ കമ്പോണൻസ് ആണ്. കീ കമ്പോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള കമ്പോണൻസ്. എങ്ങനെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം, ചുമ്മാ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റൂ, ഇല്ല, സ്റ്റെപ്പ് ഉണ്ട്, പ്രോസസ്സ് ഉണ്ട്. ഡേറ്റ കളക്ഷൻ, ഡേറ്റ ക്ലീനിങ് ആൻഡ് പ്രീ പ്രോസസ്സിംഗ്, ഡേറ്റ അനാലിസിസ് ആൻഡ് ഡേറ്റ വിഷ്വലൈസേഷൻ, ഇത്രയൊക്കെ കീ കമ്പോണൻസ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഡേറ്റ കളക്ഷൻ നോക്കാം. ഡേറ്റ കളക്ഷൻ എന്ന് പറഞ്ഞാൽ അറിയാം, ക്യാപ്ചറിങ് ഓഫ് ഡേറ്റ എന്ന് പറയും. നമുക്ക് ആവശ്യമുള്ള ഡേറ്റാസ് കളക്ട് ചെയ്യുന്ന പരിപാടി, ഇതാണ് ഡേറ്റ കളക്ഷൻ. ഗാദറിങ് ആൻഡ് അക്വയറിംഗ് ഡേറ്റ ഫ്രം വേരിയസ് സോഴ്സസ്, പല പല സോഴ്സസ് ഉണ്ടായിരിക്കും. നമുക്ക് വേണ്ട ഇൻസൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡേറ്റാസിനെ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ഫേസിലോട്ട് കളക്ട് ചെയ്ത് നോക്കുക. അതാണ് ഡേറ്റ കളക്ഷൻ. രണ്ടാമത്തെ ഡേറ്റ ക്ലീനിങ് ആൻഡ് പ്രീ പ്രോസസ്സിംഗ്. ഡേറ്റ ക്ലീനിങ് ആൻഡ് പ്രീ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസിങ് ആൻഡ് പ്രിപ്പയറിംഗ് ഡേറ്റ ഫോർ അനാലിസിസ്. നമ്മൾ കളക്ട് ചെയ്ത ഡേറ്റ എന്ത് ചെയ്യും, ഓർഗനൈസ് ചെയ്ത് വെക്കാം, അറേഞ്ച് ചെയ്ത് വെക്കും. എന്തിനാ, ഡേറ്റ അനാലിസിസിന് വേണ്ടി. ഡേറ്റ അനലൈസ് ചെയ്താലേ നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. ചുമ്മാ അത് പറ്റുമോ, ഇല്ല. ഡേറ്റയെ കൃത്യമായിട്ട് അനലൈസ് ചെയ്താലേ അവരെ യൂസ് ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് വാല്യുബിൾ ഇൻസൈറ്റ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചിലപ്പോൾ മനസ്സിലാകാത്ത ആൾക്കാരുണ്ട്, ജസ്റ്റ് ഇത്ര എക്സാമ്പിൾ കൂട്ടിയാൽ മതി. അപ്പോൾ നമ്മളൊരു കാർ മാനുഫാക്ചറിങ് കമ്പനി എന്ത് ചെയ്യുന്നു, ഒരു സെയിൽസ് അവർ പ്ലാൻ ചെയ്യുന്നു. അവർ പുതിയൊരു മോഡൽ കാർ ഇറക്കുന്നു. കാർ ഇറക്കുന്ന സമയത്ത് ആ കാർ കമ്പനിക്ക് ഒരു പ്ലാൻ ഉണ്ടായിരിക്കും. ഈ കാർ ഇത്ര ആൾക്കാർ മേടിക്കും, ഇത്ര പേരിലേക്ക് അത് എത്തണം, ഇത്ര മാർക്കറ്റിൽ നിന്ന് ഇത്ര രൂപ അവർക്ക് ടേൺ ഓവർ കിട്ടും. ഇതൊക്കെ അവരുടെ പ്രൊഡിക്ഷൻ. അവരതെങ്ങനെയാണ് ചുമ്മാതെ നമുക്ക് കവിട് നിരത്തി ഒന്നും കണ്ടുപിടിക്കുന്നതാണോ, അല്ല. അതൊന്നും പ്രഡിക്ഷൻ അല്ല, അത് കൃത്യമായിട്ട് ഫോർമുലാസും ഡേറ്റാ സയൻസ് കൺസെപ്റ്റും ഒക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് അവരതിൻ്റെ ഒരു വിഷ്വലൈസേഷൻ ഉണ്ടാക്കി. ഇത്ര ഗ്രോത്ത് അതിനുണ്ടാവും, ആ ഗ്രോത്ത് അനുസരിച്ചാണ് അവർ പ്രൊഡക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഈ കാറുകളിൽ ഇത്ര എണ്ണം വിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അതെങ്ങനെ പ്രീവിയസ് ഹിസ്റ്ററിയും ആർക്കൊക്കെ ഈ കാറിനോട് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നൊക്കെ എങ്ങനെയൊക്കെ മാർക്കറ്റ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടുള്ള ഇൻസൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഡേറ്റാസ് അനലൈസ് ചെയ്തുകൊണ്ട് അവർ അതിനെപ്പറ്റി എന്ത് ചെയ്യും, റിസർച്ച് നടത്തിയിട്ടാണ് ഈ ഒരു കാര്യത്തിൽ എത്തുന്നത്. അല്ലാതെ ഒരു കമ്പനി ചുമ്മാ പുതിയൊരു കാർ ഇറക്കാനൊക്കത്തില്ല. ഇപ്പം മഹീന്ദ്ര താർ ഇറക്കുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ടാറ്റ മോട്ടോഴ്സ് പുതിയ കാർ ഇറക്കുന്നു, അല്ലെങ്കിൽ ടെസ്ല കമ്പനി പുതിയ കാർ ഇറക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അവർ കാർ ഇറക്കുമ്പോൾ ഇത് എത്രത്തോളം ആൾക്കാരിലേക്ക് മാർക്കറ്റിൽ എത്താം എന്നുള്ള കാര്യം കൂടെ അവർ അനലൈസ് ചെയ്യുന്നുണ്ട്. അതിനിപ്പോൾ ഡേറ്റാ സയൻസ് ആണ് കോമൺ ആയിട്ട് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അപ്പം ഇതൊരു സയൻസ് ആയതുകൊണ്ട് തന്നെ വാല്യുബിൾ ഇൻസൈറ്റ്സ് നമുക്ക് ഇതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഡേറ്റ ക്ലീനിങ്. അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ഡേറ്റ കളക്ഷൻ,
രണ്ടാമത്തെ സ്റ്റെപ്പ് ഡേറ്റ ക്ലീനിങ് ആൻഡ് പ്രീ പ്രോസസിങ്. അത് ഇതിനെ ചെയ്യുന്നത് വെച്ചാൽ ഓർഗനൈസ് ആൻഡ് അറേഞ്ച് ചെയ്ത് വെക്കും. പ്രിപ്പയറിംഗ് ഡേറ്റ ഫോർ അനാലിസിസ്. ഒരു അനാലിസിസിലോട്ട് പോകുന്നതിന് മുമ്പ് ഡേറ്റയെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചാൽ പരിപാടി കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതിന് വേണ്ടിയാണ് അനലൈസ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അടുത്തത് ഡേറ്റ അനാലിസിസ്. അതെന്താണെന്നാണ് പറയുന്നത്? അപ്ലൈയിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ആൻഡ് മെഷീൻ ലേണിംഗ് അൽഗോരിതം ടു ഡെറൈവ് ഇൻസൈറ്റ്. നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെച്ചേക്കുന്ന ഡേറ്റയിലോട്ട് എന്തു അപ്ലൈ ചെയ്യും? സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സും മെഷീൻ ലേണിങ്ങിൻ്റെ കൺസെപ്റ്റും അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്തോ കിട്ടും? ആ ഡേറ്റ ഏറ്റവും ബെറ്റർ ആയിട്ട് മാറും. ഓക്കെ, ബെറ്റർ ഇൻസൈറ്റ് കിട്ടും. ആ ഒരു പ്രോസസ്സാണ് എന്ത്? ഡേറ്റ അനാലിസിസ്. അപ്പോൾ അവിടെ സ്റ്റാറ്റിസ്റ്റിക്കൽ എന്ന് വെച്ചാൽ മാത്തമാറ്റിക്കൽ മെത്തേഡ്സും അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ് കൺസെപ്റ്റും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്ത ഡേറ്റ വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കളക്ട് ചെയ്ത ഡേറ്റയെ വിഷ്വലൈസ് ചെയ്ത് കാണിക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ കമ്മ്യൂണിക്കേറ്റിംഗ് ഫൈൻഡിങ് ത്രൂ വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ലൈക്ക് ചാർട്ട് ആൻഡ് ഗ്രാഫ്. നമ്മുടെ ഫൈൻഡിങ്സും ഇൻസൈറ്റുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഗ്രാഫുകളായിട്ടോ ചാർട്ടുകളായിട്ടോ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? റെപ്രസെൻറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റും. അതിനെയാണ് എന്തോ വിളിക്കുന്നത്? ഡേറ്റ വിഷ്വലൈസേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡേറ്റ വിഷ്വലൈസേഷനകത്ത് വിഷ്വലൈസേഷൻ ചെയ്യാൻ വേണ്ടി ഇൻഡസ്ട്രിയിൽ പല ടൂൾസുകൾ യൂസ് ചെയ്യുന്നുണ്ട്. മെയിൻ ടൂൾസുകളാണ് നമ്മൾ ഈ പറയുന്ന പവർ BI, ടബേലു അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ ടൂൾസ് ഉണ്ട്. അതൊക്കെ ഉപയോഗിച്ചാണ് എന്തോ ചെയ്യുന്നത്? ഡേറ്റ വിഷ്വലൈസ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന പോലെ റോബോട്ടിക്സും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് പല ഈ പറയുന്ന വിഷ്വലൈസേഷൻ ടൂൾസ് ഇന്ന് അവൈലബിൾ ആണ്. അവരെ ഇന്നും എന്തോ ചെയ്യാറുണ്ട്? ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യാറുണ്ട്. കാരണം നമ്മളിപ്പോൾ ഡേറ്റ അനാലിസ്റ്റ് ആയാലും ഡേറ്റ സയൻറ്റിസ്റ്റ് ആയാലും ഇന്നത്തെ റെലവൻസ് എന്ന് പറഞ്ഞാൽ AI ടൂൾസുകൾ അതിനകത്ത് വരുന്നുണ്ട്, അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് ടൂൾസ് വരുന്നുണ്ട്. അപ്പോൾ അതും കൂടെ അവരെന്തോ ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. കാരണം എങ്കിലേ കുറച്ചുകൂടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഡേറ്റ സയൻസുമായിട്ട് ബന്ധപ്പെട്ട ഡെഫിനിഷൻ, അതുപോലെ തന്നെ അതിൻ്റെ കീ കമ്പോണൻസ്. അടുത്ത ഇതിൻ്റെ ആപ്ലിക്കേഷൻസ്, ഡേറ്റാ സയൻസിൻ്റെ ആപ്ലിക്കേഷൻസ്. അപ്പോൾ ബിസിനസ് അനലിറ്റിക്സിൽ യൂസ് ചെയ്യാം, ഹെൽത്ത് കെയറിൽ യൂസ് ചെയ്യാം, ഫിനാൻസിൽ, കൊമേഴ്സ്. അപ്പോൾ എന്താണ് ബിസിനസ് അനലിറ്റിക്സ് എന്ന് പറഞ്ഞാൽ? ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു കാറിൻ്റെയൊക്കെ കേസ്, പ്രൊഡിക്റ്റീവ് അനലിറ്റിക്സ്, കസ്റ്റമർ സെഗ്മെൻറ്റേഷൻ, മാർക്കറ്റ് അനാലിസിസ്, അങ്ങനത്തെ കേസ്. ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ടൈംസാണ് ഇതെല്ലാം. പ്രൊഡിക്റ്റീവ് അനാലിസിസ്, ഒരു പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ അത് എത്രത്തോളം ലാഭം കിട്ടും, സക്സസ് ആവും എന്നൊക്കെ നോക്കുന്ന പ്രൊഡിക്റ്റീവ് അനാലിസിസാണ്. കസ്റ്റമർ സെഗ്മെൻറ്റേഷൻ, കസ്റ്റമറിനെ സെഗ്മെൻറ്റ് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. പിന്നെ പ്രൊഡക്റ്റ് മേടിക്കുന്ന ആൾ ഇത്ര ഏജിലുള്ള, ഇപ്പോൾ 14 വയസ്സിനും 20 വയസ്സിനും ഇടയിലുള്ള ആൾക്കാരാണ് ഈ പ്രൊഡക്റ്റ് മേടിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് കാറ്റഗറൈസ് ചെയ്ത് വെക്കാൻ പറ്റും. 60 വയസ്സിന് മുകളിലോട്ടുള്ള ആൾക്കാർ ഇത് മേടിക്കത്തില്ല. അപ്പോൾ മാർക്കറ്റ് ചെയ്യുമ്പോൾ എന്തോ ചെയ്യണം? ആ ഒരു ഏരിയ മാത്രം ടാർഗറ്റ് ചെയ്താൽ പോരെയും. അപ്പം ടീനേജേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മൾ എന്തോ ചെയ്യേണ്ട? മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാർക്കറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ടീനേജേഴ്സിലാണ് കൂടുതൽ എത്തിക്കേണ്ടത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ബാസ്ക്കറ്റ് അനാലിസിസ്. അപ്പോൾ അങ്ങനെ ഒരുപാട് സിറ്റുവേഷൻ മാർക്കറ്റ് അനാലിസിസിലൊക്കെ എന്തോ ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന ഡേറ്റാ സയൻസ് നമ്മൾ എന്തോ ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ടൈംസ് ആണ്. അതാണ് ബിസിനസ് അനലിറ്റിക്സ് എന്ന് പറയുന്നത്. അടുത്ത ഹെൽത്ത് കെയറിൽ ഡിസീസ് പ്രൊഡിക്ഷൻ, ഡേറ്റാസ് ഒക്കെ അനലൈസ് ചെയ്തുകൊണ്ട് ഡിസീസ് എന്ത് ചെയ്യാൻ പറ്റും? പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഒരു രോഗിയുടെ, ഒരു പേഷ്യൻറ്റിൻ്റെ പ്രീവിയസ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അയാൾക്ക് എന്ത് അസുഖമായിരിക്കും എന്നൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇന്ന ഒരു ഫ്യൂച്ചറിൽ ഇന്നൊരു ഇഷ്യൂ വരാൻ, അല്ലെങ്കിൽ ഇന്നൊരു പ്രോബ്ലം വരാൻ, ഡിസീസ് വരാനുള്ള ചാൻസ് ഉണ്ടെന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ പേഴ്സണലൈസ്ഡ് മെഡിസിൻ ആൻഡ് മെഡിക്കൽ ഇമേജ് അനാലിസിസ്. മെഡിക്കൽ ഇമേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ റിപ്പോർട്ടുകളൊക്കെ ഇല്ലേ, സ്കാനിങ് റിപ്പോർട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത് ഒരു കൃത്യമായിട്ടൊരു ഇൻസൈറ്റ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഹെൽത്ത് കെയർ ആപ്ലിക്കേഷൻസ്. അപ്പോൾ പിന്നെ അടുത്ത ഫിനാൻസിൽ റിസ്ക് അസസ്മെൻറ്റ്, ഫ്രോഡ് ഡിറ്റക്ഷൻ, അൽഗോരിതം ട്രേഡിംഗ്. ഓൾറെഡി പറഞ്ഞാണ്. റിസ്ക് അസസ്മെൻറ്റിലും ഫ്രോഡ് ഡിറ്റക്ഷനിലൊക്കെ നമ്മൾ എന്തോ ചെയ്യുന്നുണ്ട്? ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അടുത്ത ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ വളരെയധികം യൂസ് ചെയ്യുന്നുണ്ട്. പ്രൊഡക്റ്റ് ഇറക്കുമ്പോൾ അത് എത്രത്തോളം സെല്ലിംഗ് കിട്ടും, ഏതൊക്കെ ആൾക്കാരിലേക്ക് അത് എത്തിക്കണം എന്നൊക്കെ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം വഴി ഡിസൈഡ് ചെയ്യുന്നത് ഇന്ന് ഡേറ്റാ സയൻസ് യൂസ് ചെയ്തുകൊണ്ടാണ്. അപ്പം അതെന്തൊക്കെ റെക്കമെൻഡേഷൻ സിസ്റ്റംസ്, നമുക്ക് തന്നെ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ജസ്റ്റ് ഫ്ലിപ്കാർട്ടിൽ കയറിയിട്ടോ അല്ലെങ്കിൽ ആമസോണിൽ കയറിയിട്ടോ ഏത് പ്ലാറ്റ്ഫോമിൽ കയറിയിട്ട് ഒരു പ്രൊഡക്റ്റ്, ഒരു ഷർട്ടോ പാൻറ്റോ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണോ ഒക്കെ എന്തോ ഇതൊന്ന് സെർച്ച് ചെയ്ത് കാർട്ടിലിട്ടാൽ മതി. കുറച്ച് കഴിയുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് വരും. കാര്യം നിങ്ങൾക്ക് അത് റെക്കമെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. മാക്സിമം നിങ്ങളിലേക്ക് ആ പ്രൊഡക്റ്റ് എത്തിക്കുക, അതാണ് അവരുടെ ഉദ്ദേശം. ഏത് പ്രൊഡക്റ്റ് ആയാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോംസ് വഴി ഈ പറയുന്ന ഡേറ്റാ സയൻസ് കൺസെപ്റ്റ് അവർ ഡേറ്റ കളക്ട് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം റെക്കമെൻഡേഷൻ സിസ്റ്റംസ്, കസ്റ്റമേഴ്സ് ബിഹേവിയർ അനാലിസിസ്, ഡൈനാമിക് പ്രൈസിങ്, അവിടെ എല്ലാം എന്തോ ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന ഡേറ്റാ സയൻസ് കൺസെപ്റ്റുകളാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വേരിയസ് ഏരിയയിൽ പോലെ തന്നെ വേരിയസ് ഏരിയയിൽ എന്തുകൊണ്ട് ഡേറ്റാ സയൻസിന് ആപ്ലിക്കേഷൻസ് ഉണ്ട്. കാരണം ഇത് രണ്ടും ഇപ്പം ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന, റാപ്പിഡായിട്ട് ഗ്രോത്ത് വന്നുകൊണ്ടിരിക്കുന്ന രണ്ട് ഫീൽഡുകളാണ്. അതുകൊണ്ടാണ് ഇത്രയും ആപ്ലിക്കേഷൻസ് വരുന്നത്. അപ്പോൾ പിന്നെ ബാക്കിയുള്ളതാണ് ടെലികമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്, സോഷ്യൽ മീഡിയ, മാനുഫാക്ചറിങ്, പിന്നെ ഗവൺമെൻറ് സെക്ടറിൽ പോളിസി അനാലിസിസ്, പബ്ലിക് സേഫ്റ്റി, അതുപോലെ റിസോഴ്സ് അലോക്കേഷൻ തുടങ്ങിയ ഫീൽഡിലൊക്കെയാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. മാനുഫാക്ചറിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രൊഡക്റ്റീവ് മെയിൻ്റനൻസ്, പിന്നെ ക്വാളിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടി, പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന യൂസ് ചെയ്യുന്നുണ്ട്. സപ്ലൈ ചെയിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഈ ട്രാൻസ്പോർട്ടേഷൻ പോലത്തെ പരിപാടികൾക്കൊക്കെയാണ്, ലോജിസ്റ്റിക്സ്, അവിടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു, സെൻറ്റിമെൻറ്റ് അനാലിസിസ്, ട്രെൻഡ് പ്രഡിക്ഷൻ, യൂസർ ബിഹേവിയർ
മോഡലിംഗ്, യൂസറിൻ്റെ ബിഹേവിയർ കണ്ടുപിടിക്കാൻ, ട്രെൻഡ് പ്രൊഡിക്ഷൻ, അങ്ങനത്തെ അങ്ങനത്തെ ഒരുപാട് സിറ്റുവേഷൻ എന്തോ ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ മാർക്കറ്റിംഗ് പോലും ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊക്കെയാണ് പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കസ്റ്റമറിൻ്റെ ഇമോഷൻസ് മനസ്സിലാക്കി അത് മേടിപ്പിക്കും. ഒരാൾക്ക് ഇമോഷണലി ഇന്നൊരു സാധനം വേണമെന്ന് അവർക്ക് വളരെയധികം ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ഇമോഷൻസിനെ ടാക്കിൾ ചെയ്തിട്ട് അല്ലെങ്കിൽ അത് ഫൈൻഡ് ചെയ്തിട്ട് അവരിലേക്ക് പ്രൊഡക്റ്റ് എത്തിക്കുന്ന പരിപാടി, അതൊക്കെ നമുക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൊക്കെ ഒരുപാട് എന്തോ ഉണ്ട്, ആപ്ലിക്കേഷൻസ് ഉണ്ട്. അടുത്ത ടെലികമ്മ്യൂണിക്കേഷൻ, അതെങ്ങനെ, നെറ്റ്വർക്ക് ഒപ്റ്റിമൈസേഷൻ, കസ്റ്റമർ ചൺ പ്രഡിക്ഷൻ എന്ന് വെച്ചാൽ നെറ്റ്വർക്ക് ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാൽ അറിയാമായിരിക്കുമല്ലോ. നമ്മളിപ്പം ഏത് നെറ്റ്വർക്കാണ് ഏറ്റവും ടോപ്പ് സ്പീഡ്, അല്ലെങ്കിൽ ഏത് നെറ്റ്വർക്കിലൂടെ പോയാലാണ് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത്, അത്തരം സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ഡേറ്റ സയൻസ് കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ്. അടുത്ത ചലഞ്ചസ് ആൻഡ് ഫ്യൂച്ചറിൽ എന്തൊക്കെ ചലഞ്ചസ് ഉണ്ടെന്നാണ് പറയുന്നത്. ചലഞ്ചസ് ഇത്രയേ ഉള്ളൂ. ബിഗ് ഡാറ്റ ഹാൻഡിൽ ചെയ്യുമ്പോൾ പ്രോബ്ലംസ് വരാം. ബിഗ് ഡാറ്റയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, പക്ഷേ ബിഗ് ഡാറ്റ ഹാൻഡിൽ ചെയ്യുമ്പോൾ അവിടെ പ്രോബ്ലംസ് വരാം. മാനേജിങ് ലാർജ് വോളിയൂംസ് ഓഫ് ഡേറ്റ എഫിഷ്യൻ്റ് ആയിട്ട് നമ്മൾ എന്ത് വേണം, മാനേജ് ചെയ്യണം. ഡേറ്റയുടെ അളവ് കൂടിക്കൊണ്ടിരിക്കുക അല്ലേ. പണ്ട് നമ്മൾ സിനിമകളെന്നൊക്കെ പറഞ്ഞാൽ വളരെ കുറച്ച് സൈസിലുള്ള സിനിമകളാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ആപ്പിൻ്റെ സൈസ് കൂടുകയാണ്, മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാം കൂടുകയാണ്. അപ്പം ഡേറ്റയുടെ എമൗണ്ട് കൂടിക്കൊണ്ടിരിക്കുക. കാരണം നമുക്കിപ്പോൾ നേരത്തെ ഫോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 360p ഷൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ അങ്ങനെയാണോ, നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിൽ 4K റെസൊല്യൂഷനിൽ ക്യാമറയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഷൂട്ട് ചെയ്യാൻ പറ്റും. ഒരു 10 മിനിറ്റ് ഷൂട്ട് ചെയ്താൽ തന്നെ എന്ത് ചെയ്യും, വളരെ വലിയ എമൗണ്ടിൽ എന്തോ ചെയ്യും, ഒരു സൈസ് അവിടെ യൂസ് ചെയ്യേണ്ടി വരും, അല്ലെ വളരെ എമൗണ്ട് മെമ്മറി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ അതുപോലെ തന്നെ ഇപ്പോൾ ബിഗ് ഡാറ്റ ഹാൻഡിൽ ചെയ്യുമ്പോൾ അതെന്തോ ചെയ്യണം, എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. അതാണ് മാനേജിങ് ലാർജ് വോളിയൂംസ് ഓഫ് ഡേറ്റ എഫിഷ്യൻ്റ്, അതൊരു പ്രോബ്ലമാണ്. പിന്നെ ഇന്റർ ഡിസിപ്ലിനറി സ്കിൽസ്, അപ്പോൾ ഇതെന്ന് വെച്ചാൽ നീഡ് ഫോർ എക്സ്പെർട്ടൈസ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ്, പ്രോഗ്രാമിംഗ് ആൻഡ് ഡൊമൈൻ നോളജ്. നമ്മളിതിപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോഴേ എക്സ്പേർട്സിനെ നമുക്ക് അവിടെ ആവശ്യമുണ്ട്. അതാണ് ഉദ്ദേശിക്കുന്നത്, ഇന്റർ ഡിസിപ്ലിനറി ആണ് കാര്യം. നമ്മളിതിൻ്റെ വാക്കൻറ്റിൽ സ്റ്റാറ്റിസ്റ്റിക്സും മെഷീൻ ലേണിംഗും ഒക്കെയാണ്. അപ്പോൾ അതിൽ ഏറ്റവും എന്തോ വേണം, ഡീപ്പ് നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റൂ. അതാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത എത്തിക്കൽ കൺസിഡറേഷൻസ്, അപ്പോൾ അതെന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന പോലെ ഡേറ്റയുടെ പ്രൈവസി അവിടെ എന്തോ ചെയ്യുന്നുണ്ട്, വയലേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു, യൂസറിൻ്റെ ഡേറ്റ, നമ്മുടെ ഓരോരുത്തരുടെയും ഡേറ്റ, നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണ്, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നിങ്ങൾ പോലും അറിയാതെ എന്തോ ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. ഡേറ്റ അനാലിസിസ് എന്ന് പറയുന്ന പ്രോസസ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ എന്തോ ചെയ്യുന്നു, ആരെങ്കിലും ഫ്രണ്ട്സ് തമ്മിൽ എന്തെങ്കിലും ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ഇപ്പോൾ വാച്ചിനെ പറ്റി അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ഇൻസ്റ്റാഗ്രാമിലെ പോസ്റ്റുകൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തായിരിക്കും. ഓക്കെ, അപ്പം അറിയാമായിരിക്കുമല്ലോ, നമ്മൾ ഒരു ഡെയിലി ലൈഫിൽ കാണുന്നതാണ്, പല കാര്യങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം ഇതെല്ലാം എന്താണ്, പ്രൈവസിയിൽ വയലേറ്റ് ചെയ്ത് കടന്നു കയറിക്കൊണ്ടാണ്, ഇൻട്രപ്റ്റ് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇൻട്രൂഷൻ ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ അതൊരു പ്രോബ്ലമാണ്. ഇപ്പോൾ ഇത് എത്തിക്കൽ കൺസിഡറേഷൻ, ഡേറ്റ പ്രൈവസി ആൻഡ് ബയാസ് ഇൻ അൽഗോരിതംസ്. ഓക്കെ, അടുത്ത അഡ്വാൻസ്മെന്റ്, ഇന്റഗ്രേഷൻ വിത്ത് ഓട്ടോമേഷൻ ഓഫ് ഡേറ്റ വർക്ക് ഫ്ലോസ് ആൻഡ് എവല്യൂഷൻ ഓഫ് ഡേറ്റ ഡ്രിവൺ ഡിസിഷൻ മേക്കിംഗ്. അപ്പം ഇതെന്തോ ചെയ്യുന്നുണ്ട്, അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ്, കാര്യങ്ങളും ഇതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അതനുസരിച്ച് ഇത് അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ ഇത് എക്സിസ്റ്റ് ചെയ്യത്തില്ല. ഓക്കെ, അതിൻ്റെ ഒരു വലിയൊരു പ്രോബ്ലമാണ്.